നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇരുവർക്കുമെതിരെ കള്ളപ്പണ ഇടപാട് തെളിയിക്കുന്ന രേഖകളുണ്ടെന്ന് ഡൽഹിയിലെ PMLA പ്രത്യേക കോടതിയിൽ ED അറിയിച്ചു. ഇരുവർക്കുമെതിരായ കേസ് നിലനിൽക്കുമെന്നും ED വ്യക്തമാക്കി. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനായാണ് കോൺഗ്രസ് നേതാക്കൾ യങ് ഇന്ത്യ എന്ന കമ്പനി ഉണ്ടാക്കിയത്. യങ് ഇന്ത്യക്ക് ബിസിനസ് സംബന്ധമായ പ്രവർത്തനങ്ങളില്ല. ക്രമക്കേടിലൂടെ നേടിയ സ്വത്ത് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു. യങ് ഇന്ത്യയുടെ ഓഹരിയും സ്വത്തും വാടക വരുമാനവും കുറ്റകൃത്യത്തിന്റെ ഭാഗമെന്നും ED കോടതിയിൽ വ്യക്തമാക്കി. കെട്ടിട വാടക ഇനത്തിലും കോൺഗ്രസ് നേതാക്കൾക്ക് കള്ളപ്പണ ഇടപാടുണ്ട്. അസോസിയേറ്റഡ് ജേർണലും യങ് ഇന്ത്യയും കോൺഗ്രസും ചേർന്ന് കുറ്റകരമായ ഗൂഢാലോചന നടത്തി. കോൺഗ്രസിന് സംഭാവന നൽകിയവർ വഞ്ചിക്കപ്പെട്ടുവെന്നും ED കോടതിയെ അറിയിച്ചു. അതേസമയം കുറ്റകൃത്യങ്ങളിൽ വ്യക്തികൾക്ക് മാത്രമാണോ പങ്കെന്നും കോൺഗ്രസ് പാർട്ടിക്ക് പങ്കില്ലേ എന്നും PMLA കോടതി ചോദിച്ചു. EDയുടെ കുറ്റപത്രത്തിന്മേൽ ജൂലൈ 2 മുതൽ 8 വരെ ഡൽഹിയിലെ പ്രത്യേക കോടതിയിൽ വാദം കേൾക്കും. ജവഹർലാൽ നെഹ്റു 1937 സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന AJL യങ് ഇന്ത്യ കമ്പനി ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേടും ഫണ്ട് ദുരുപയോഗം നടന്നതായാണ് കേസ്. 2014 ഡൽഹി ഹൈക്കോടതിയിൽ BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച ഹർജിയിൽ നിന്നാണ് 2021 ED അന്വേഷണം ആരംഭിച്ചത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർ ചേർന്ന് യങ് ഇന്ത്യ വഴി 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന്റെ 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി ഏറ്റെടുത്തതായാണ് പരാതിയിലെ ആരോപണം. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന AJL യങ് ഇന്ത്യൻ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേടുകളും ഫണ്ട് ദുരുപയോഗവും നടന്നതായാണ് കേസ്. 2023 നവംബറിൽ ഡൽഹി, മുംബൈ, ലക്നൌ എന്നിടങ്ങളിൽ 661 കോടി രൂപ വിലമതിക്കുന്ന വസ്തുക്കളും 90.2 കോടി രൂപ വിലമതിക്കുന്ന AJL ഓഹരികളും ED താൽക്കാലികമായി കണ്ടുകെട്ടിയിരുന്നു. ഏപ്രിൽ 10 ഈ കണ്ടുകെട്ടൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.